മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം സുഗമമാക്കുവാനും പരിമിതികളും പോരായ്മകളും പരിഗണിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ സഹായിക്കുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചതായി ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വത്തിലെ വിവിധ നിർമ്മാണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് മന്ത്രി ഗുരുവായൂരിൽ എത്തിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം മാറ്റിവെച്ചതായി മന്ത്രി അറിയിച്ചു. തുടർന്ന് ദേവസ്വം ഭരണസമിതിയും വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു. വർഷം തോറും ഗുരുവായൂരിൽ എത്തിച്ചേരുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വേഗത്തിൽ ദർശനം നടത്തി ഭക്തർക്ക് മടങ്ങാനാകണം. ഇതിനുവേണ്ടിയുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നത്. 56 കോടി രൂപ ചെലവിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ഓഗസ്റ്റിൽ തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങും. 84,000 ചതുരശ്ര വിസ്തൃതിയിൽ 150 കിടക്കകളോടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമുണ്ടാകും. 1,500 പശുക്കളെ സംരക്ഷിക്കുന്ന ദേവസ്വത്തിന്റെ മലപ്പുറം ജില്ലയിലെ വേങ്ങാട് ഗോശാലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള 143 കോടി രൂപ പദ്ധതിയുടെ DPR അംഗീകരിച്ചു. സർക്കാർ തീർപ്പ് കൽപ്പിക്കേണ്ട നിരവധി പരാതികൾ പരിഹരിക്കാൻ അദാലത്ത് നടത്തും. ദേവസ്വവുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് അദാലത്തിൽ ഉടൻ പരിഹാരം കാണും. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്തുന്നതിന് അനുമതി നൽകും. ദേവസ്വത്തിലെ 16 ആനകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വനം വകുപ്പുമായുള്ള കേസ് ഉടൻ തീർപ്പാക്കും. ആനത്താവളത്തിൽ ആനകൾക്കും സന്ദർശകർക്കും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കും. ക്ഷേത്രത്തിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിക്കും. ഫയർ സ്റ്റേഷൻ, ദേവസ്വം 2 നിലകളിലുള്ള കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം, ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ തുടങ്ങിയവ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.